ഈശോയിൽ സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. 2 സൗഖ്യാനുഭവങ്ങളാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫെബ്രുവരി 3 വിശുദ്ധ ബ്ലെയ്സിൻ്റെ തിരുനാളാണ്. അർമേനിയ ആ ദേശത്തൊക്കെയുള്ള ഒരു മെത്രാനായിരുന്നു ഇദ്ദേഹത്തിന് രോഗസൗഖ്യ ശുശ്രൂഷ, അതിനുള്ള പ്രത്യേക രോഗശാന്തി വരം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വന്യമൃഗങ്ങളോടൊക്കെ ഇദ്ദേഹത്തിന് വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് പറയുക. മൃഗങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ മൃഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വരും. ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ മൃഗങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇദ്ദേഹം ഒരു ഗുഹയിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ ഒരു ക്രിസ്തുമത വിരോധിയായിട്ടുള്ള ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം നായാട്ടാണ്, വന്യമൃഗങ്ങളെ കൊല്ലുക. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഗുഹയ്ക്ക് മുൻപിലും കുറേ വന്യമൃഗങ്ങൾ വന്ന് അവർ വിലസുകയാണ്. അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ നായാട്ടിനിറങ്ങിയ കൂട്ടത്തിൽ അങ്ങനെ ഗുഹയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന വിശുദ്ധ ബ്ലെയ്സിനെ കാണാനിടയായി. അദ്ദേഹം ക്രിസ്തുമത വിശ്വാസിയാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് അത് ഉപേക്ഷിക്കാൻ പറഞ്ഞു. വളരെയധികം പീഡനങ്ങളിലൂടെ ഇദ്ദേഹം കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, ഒന്ന്, ഒരു കുട്ടി മത്സ്യത്തിൻ്റെ മുള്ള് തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി അങ്ങനെ മരിക്കാറായ അവസരത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഫലമായി ആ കുട്ടി സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പണ്ട് 1984 മുൻപ് ഒക്കെ വളരെയധികം പ്രചാരത്തിലിരുന്ന ഒരു പ്രാർത്ഥനയാണ് കണ്ടനാള ആശീർവാദം. തൊണ്ട, അതായത് രണ്ട് തിരികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഇങ്ങനെ വട്ടം ഇങ്ങനെ കഴുത്തിന് കുറുകെ ഇങ്ങനെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ആശീർവാദമാണ്. അത് പണ്ടുള്ള പ്രാർത്ഥന പുസ്തകങ്ങളിൽ ആശീർവാദം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. 1984 ശേഷം അത് ആ പുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റിയെന്ന് പറയുന്നു. ഇതേക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ബ്ലെയ്സ് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ് ഇന്ന് നൽകപ്പെടുന്നുണ്ട്. അത് ത്രോട്ടിന് കുറുകെ ഇതിങ്ങനെ കുരിശ ആകൃതിയിൽ ഇങ്ങനെ അത് തിരികൾ പിടിച്ചിട്ടുള്ളൊരു ആശീർവാദമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പിന്നെ ശിരസ് ഛേദിച്ചാണ് കൊലപ്പെടുത്തിയത്. നമ്മളിന്ന് ഈ സൗഖ്യത്തിൻ്റെ 2 കഥകൾ, 2 സംഭവങ്ങൾ, ഈശോ സൗഖ്യമാക്കിയ സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ ബ്ലെയ്സിനെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനൊരു വിശുദ്ധൻ ഉണ്ടല്ലോ, വിശുദ്ധ ബ്ലെയ്സ്. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പം ഇവിടെ 2 പേരും, ജായിറൂസ് ആകട്ടെ രക്തസ്രാവക്കാരിയാകട്ടെ, അവർക്ക് ഈശോയെക്കുറിച്ചൊരു അറിവുണ്ട്. ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് എന്നവർക്കറിയാം. അതുകൊണ്ടാണല്ലോ ജായിറൂസിൻ്റെ കൊച്ചുമകൾ അങ്ങനെ അസുഖം മരിക്കാറായി കിടക്കുമ്പോൾ ഈശോയുടെ അടുക്കൽ ജായിറൂസ് വന്നു കൊച്ചുമകൾക്ക് വേണ്ടി. ഈശോയ്ക്ക് സൗഖ്യം നൽകാൻ സാധിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ വന്നത്. അതുപോലെ തന്നെ രക്തസ്രാവക്കാരി, അവൾ വിചാരിച്ചിരുന്നു വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചാൽ സൗഖ്യം കിട്ടുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. അവളുടെ ജീവിതം വളരെ കഷ്ടമാണ്. പല വൈദ്യന്മാരെ കണ്ടു, വളരെയധികം കഷ്ടപ്പെട്ടു, കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു. സ്ഥിതി മെച്ചപ്പെടുകയല്ല, മോശമാകുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ളൊരവസ്ഥ ഉള്ള അവളും, അത് മർക്കോസിൻ്റെ സുവിശേഷം 5-28 വാക്യത്തിലാണ്, അവൾ വിചാരിച്ചിരുന്നു അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന്. അപ്പോൾ ഈ വിചാരമാണ്, ഈശോയ്ക്കൊരു പ്രത്യേകത ഉണ്ട് എന്ന വിചാരമാണ് അവർക്ക് സൗഖ്യത്തിന് കാരണമായത്. നമ്മൾ ഇന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നൊരു വിശ്വാസം നമുക്ക് വേണം. ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും ഒരു രക്ഷ നൽകാൻ കഴിയും. ഹെബ്രായർ 7:25, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. അത് നമ്മൾ വിശ്വസിക്കണം. അതാണ് നമ്മൾ ഇന്ന് ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയാണെങ്കിലും
വിശ്വാസമില്ലാത്തവരും വിശ്വാസമുള്ളവരും ഒരേ സമയം പ്രഖ്യാപിക്കുന്ന കാര്യമാണ് യേശു ഏകരക്ഷകനാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അനുസ്മരണത്തിലാണ്, ആ ദൈവാരാധനയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. നമ്മൾ ഈ ലാറ്റിൻ കുർബാനയുടെ പ്രാരംഭത്തിൽ അനുതാപ ശുശ്രൂഷയാണ്. അനുതാപ ശുശ്രൂഷയിൽ പറയുന്നു, നമ്മൾ 4 വിധത്തിൽ നമ്മൾ പാപം ചെയ്തു എന്ന് പറയാറുണ്ട്. വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാൽ. ഈ 2 കഥകൾ, ഈ 2 സംഭവങ്ങൾ, അത്ഭുത സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവരെ വിചാരിക്കുക മാത്രമല്ല ചെയ്തത്, വാക്കാൽ, പ്രവൃത്തിയാൽ, പിന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് അവർ കർത്താവിനെ സമീപിക്കുക. അതാണ് വിചാരം മാത്രം പോരാ, പ്രവൃത്തി വേണം, വാക്ക് വേണം. പിന്നെ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ വിധത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷ വരുത്തണം. അതാണ്. അങ്ങനെ വന്നാൽ ദൈവത്തിന് നന്നായിട്ട് ഇടപെടാൻ സാധിക്കും. ഇപ്പം നമ്മുടെ രക്തസ്രാവക്കാരി, അത് മർക്കോസ് 5:28 അവൾ വിചാരിച്ചിരുന്നു. അവളുടെ വിചാരത്താൽ അവൾ യേശു ഏകരക്ഷകനാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അവളുടെ മനസ്സിലൊരു വിചാരമുണ്ടായിരുന്നു. അവൾ വിചാരിച്ചിരുന്നു. അവൾക്കത് മനസ്സിൽ ഉണ്ടായ, ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതാകാം, ചിലപ്പോൾ കണ്ട് മനസ്സിലാക്കിയതാകാം. നമ്മളും ഈശോയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നൊരു വിചാരം നമുക്ക് വേണം. ഇനി അവളെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, ആരോ എന്നെ സ്പർശിച്ചു, സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഭയപ്പെട്ടാണെങ്കിലും അവൾ സത്യം തുറന്ന് പറഞ്ഞു. ഞാനങ്ങനെ അങ്ങേ തൊട്ടു, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതൊക്കെ അങ്ങ് പറയുക. വാക്കാൽ പറഞ്ഞു. വിചാരത്തിൽ മാത്രമല്ല, വാക്കാലും പറഞ്ഞു. ഇനി അവൾക്കങ്ങനെ വിചാരമുണ്ടായതുകൊണ്ട്, ആ ഉള്ളിലുള്ള വിശ്വാസമുണ്ടായതുകൊണ്ട് അവൾ ചെയ്ത പ്രവൃത്തിയാണ് ഈശോയുടെ വസ്ത്രത്തിൽ പോയി സ്പർശിച്ചു. പ്രവൃത്തി, വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ. ഇനി അവളോട് ഈശോ പറയുന്നൊരു കാര്യമാണ് മർക്കോസ് 5:34, വ്യാധികളിൽ നിന്ന് വിമുക്തയായിരിക്കുക. വ്യാധികൾ അത് പല അർത്ഥത്തിലെടുക്കാം. ചിലപ്പോൾ ദുശീലങ്ങളാകാം, ചില പാപത്തിൻ്റെ അവസ്ഥയാകാം, ചിലപ്പോൾ ദുരാചാരങ്ങളാകാം. ഇവിടെ നമ്മളിപ്പോൾ വന്നിട്ട് കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തുമെന്നൊക്കെ വിചാരമൊക്കെ ഉണ്ട്. കുർബാന സമയത്ത് യേശുവേ എന്നൊക്കെ വിളിക്കുകയും ചെയ്യും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ മുട്ടിൽ നിറങ്ങുന്ന പാതയോരത്തിൽ പലരും വന്ന് ചാടി നമ്മുടെ മുന്നിൽ വീഴും. അപ്പം അവരുടെ കെണിയിൽ വീണിട്ട് ചരട് വാങ്ങിക്കും, തൂവാല വാങ്ങിക്കും, താക്കോല് വാങ്ങിക്കും, ഇതൊക്കെ അങ്ങ് കെട്ടിപ്പൂട്ടിയിടുകയും ചെയ്യും. ദുരാചാരങ്ങളും ചെയ്യും. മനസ്സിലായി? അപ്പം ഉപേക്ഷ വരുത്തുന്നില്ല. ചില കാര്യങ്ങൾ മദ്യപാനത്തിൽ, ഇല്ല ഇന്നലെ മദ്യപിച്ചിട്ട് ഇന്ന് കുർബാനയ്ക്ക് വന്നവരുണ്ടാകാം, ഇല്ല തീർത്ഥാടന കേന്ദ്രത്തിൽ മദ്യപിക്കുന്നവരുണ്ടാകാം. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഉപേക്ഷ ഒന്നും വരുത്തുന്നില്ല. വിചാരമുണ്ട്, പറയുന്നുണ്ട്, പള്ളിയിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും ഉപേക്ഷിക്കുന്നില്ല. ഉപേക്ഷിക്കാതെ എങ്ങനെ കർത്താവിന് സൗഖ്യം അനുഭവിക്കാൻ സാധിക്കും? തിന്മയെ ഉപേക്ഷിക്കണ്ടേ? വ്യാധികളിൽ നിന്ന് വിമുക്തയായിരിക്കുക. ഇത് ഇപ്പം ജായിറൂസിൻ്റെ കാര്യം എടുത്താലും, ജായിറൂസ് അവിടെ വന്നു. ഈശോ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ജായിറൂസ് വന്നു. എന്തുകൊണ്ട് വന്നു? കൊച്ചുമകൾക്ക് വേണ്ടി ജായിറൂസ് അവിടെ വന്നു. എന്തുകൊണ്ട് വന്നു? അയാൾക്ക് വിചാരമുണ്ടായി. ഈശോയുടെ അടുക്കൽ വന്നൊരു കാര്യം ഉണർത്തിച്ചാൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് അയാൾക്കൊരു വിചാരമുണ്ടായിട്ടുണ്ടാകണം. ഇനിയും അയാൾ വന്നിട്ട്, അത് മർക്കോസ് 5:23 അയാൾ, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അത് പ്രഘോഷിച്ചു. ഈശോയെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടുമെന്ന് കാണുമ്പോഴാണല്ലോ നമ്മൾ അയാളോട് പറയുന്നത്. അത് ഈശോയോട് വന്ന് പറഞ്ഞു. ഇനിയും അയാൾ ചെയ്ത പ്രവൃത്തിയും അത് മർക്കോസ് 5:22 കാൽക്കൽ വീണു. ഇല്ല, ഒരു കൊച്ചുമകൾ, അപ്പുപ്പനല്ലേ, അപ്പുപ്പൻ എന്ത് പ്രായം ഉണ്ടാകും? ഇല്ല, കൊച്ചുമകളാണ്, 12 വയസ്സ് പ്രായമുള്ള കൊച്ചുമകളുള്ള അപ്പുപ്പൻ. അപ്പോൾ അങ്ങനെ ഒരു മുതിർന്ന ഒരു സഹോദരൻ വന്നിട്ട് ഈശോയുടെ കാൽക്കൽ വീഴുന്നു. ഇല്ല, നമുക്ക് ചിലപ്പോൾ നിലത്തിരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈശോയുടെ കാൽക്കൽ വീഴുന്ന ഒരു പ്രവൃത്തി അയാൾ അവിടെ ചെയ്തു. കാൽക്കൽ വീഴുക, അതായത് ഈശോയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഒരു പ്രവൃത്തി, വിശ്വാസപൂർണമായിട്ടുള്ളൊരു പ്രവൃത്തി. ഇനിയും അവിടെ ബാലിക മരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ കുറേ പേര് അലമുറയിട്ട് കരയുകയാണ്. അപ്പോൾ ഈശോയുടെ കൂടെ ശിഷ്യന്മാരുണ്ട്. അവരിൽ കുറച്ച് പേരെ ഈശോ പുറത്താക്കി എന്ന് പറയുന്നൊരു വചനമുണ്ട്. അത് 40-ാമത്തെ വാക്യമാണ്. അകത്ത് പ്രവേശിച്ച് അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെല്ലാവരും പുറത്താക്കി.
പരിഹാസമാകുന്ന കാര്യങ്ങൾ, ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമാകുന്ന കാര്യങ്ങളെ ഈശോ പുറത്താക്കി. ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമാകുന്ന കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. വ്യഭിചാരമാണെങ്കിൽ അങ്ങനെ, മദ്യപാനമാണെങ്കിൽ മദ്യപാനം നമ്മൾ ഉപേക്ഷിക്കണം, ദുരാചാരമാണെങ്കിൽ അത് ഉപേക്ഷിക്കണം, യേശുവിനെ ഏകരക്ഷകനായി അംഗീകരിക്കണം, ഹൃദയത്തിൽ വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റുപറയണം. എന്നാൽ നീ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. വിചാരം മാത്രം പോരാ, വാക്കുകൊണ്ട് പ്രാർത്ഥിക്കണം, അധരം തുറന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകണം. ചിലപ്പോൾ സ്കാഫൊക്കെ ധരിക്കാതെ പള്ളി വരുന്നവരില്ലേ, അപ്പോൾ ഒരു പ്രവൃത്തി ഉപേക്ഷിച്ചു ഇല്ലേ? ആദ്യ കുർബാന സ്വീകരണത്തിന് സ്കാഫ് ധരിച്ച് അങ്ങനെ ഭയഭക്തി ആദരവോടെ കൂദാശകൾ സ്വീകരിച്ച നമ്മളിന്ന് അന്യനാട്ടി വരുമ്പോൾ നമ്മുടെ ഇടവക പള്ളിയിലുള്ള പല ശീലങ്ങൾ ഉപേക്ഷിച്ച് സൗകര്യപൂർവ്വം ഷോർട്ട്സൊക്കെ ധരിച്ച് വരുന്നത്. അപ്പോൾ നമ്മളൊരു പ്രവൃത്തിയിൽ ദൈവത്തെ ആരാധിക്കുന്നില്ല. പ്രവൃത്തിയിലും ദൈവത്തെ ആരാധിക്കണ്ടേ? വിചാരത്താൽ മാത്രമല്ല, വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിൽ മാത്രമല്ല, ഉപേക്ഷ വരുത്തിക്കൊണ്ടും പല തിന്മകളെ ഉപേക്ഷിച്ചുകൊണ്ടും ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടും. ഇതൊരു വഴിയാണ്. നമ്മളൊന്ന് വിചിന്തനം ചെയ്തേ, എനിക്ക് എന്തുകൊണ്ടാണ് കുറേ നാളുകളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വരാത്തത്? നമ്മൾ കർത്താവിന് വേണ്ടി ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പോലും പല പല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഈശോയെ എനിക്ക് നിന്നെ സ്നേഹിക്കണമെന്നൊരു ചിന്ത പോലും പലർക്കും വന്നിട്ടില്ല. ഈശോയോട് ഒരു പടി കൂടി അടുക്കണമെന്ന ചിന്ത പലർക്കും വന്നിട്ടില്ല. ഈശോയെ എൻ്റെ സ്വന്തമായി അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ പരിശുദ്ധ മറിയം പറയുന്ന പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നെ നിറവേറട്ടെ എന്ന് പറയും. അങ്ങ് ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതി. ഈശോ പറയുന്നത് പോലെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, ഞാൻ വന്ന് പ്രാർത്ഥിച്ചോളാം, അങ്ങക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നോളൂ. അങ്ങക്ക് എന്നെ അറിയാമല്ലോ, അങ്ങക്കെല്ലാം അറിയാമല്ലോ, എൻ്റെ രോഗങ്ങൾ അറിയാം, എൻ്റെ കടബാധ്യതകൾ അറിയാം, എൻ്റെ വൈവാഹിക ദോഷങ്ങൾ അറിയാം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ അറിയാം, മദ്യപാനത്തിൻ്റെ കെട്ട് കുടുംബത്തിലുണ്ട്, അതറിയാം, അങ്ങേക്കറിയാം. ഞാനിവിടെ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. കർത്താവേ, അങ്ങക്ക് എന്നെ അറിയാമല്ലോ, അങ്ങക്ക് ഇഷ്ടമെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ. അപ്പോൾ നമ്മളൊന്നും അങ്ങ് ഡിമാൻഡ് ചെയ്യില്ല. യഥാർത്ഥത്തിൽ ഈ നേർച്ചകളും നമ്മളിങ്ങനെ ചരട് കെട്ടുക, അതൊക്കെ ദുരാചാരങ്ങൾ. ഇനി നല്ലതെന്ന് വിചാരിക്കുന്ന ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് അത് ഒരു കണ്ടീഷൻ വെയ്പ്പാണ്. ദൈവത്തോട് യഥാർത്ഥത്തിൽ കണ്ടീഷൻ വെയ്ക്കരുത്. കാരണം ദൈവത്തെ എപ്പോഴും നമ്മുടെ മുകളിൽ തന്നെ നിർത്തണം. ദൈവത്തിൻ്റെ മുകളിൽ കയറി നമ്മൾ നിന്നിട്ട് അതെനിക്ക് ചെയ്തു തരണം, അത് ചെയ്തു തന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യാം, അങ്ങനെ കണ്ടീഷൻസ്. നേർച്ചകളുടെ പിന്നിൽ പല കണ്ടീഷൻസും ഉണ്ട്. അത് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ചേരാത്തൊരു കാര്യമാണ്. മറിയമൊന്നും നേർച്ച നേർന്നില്ലല്ലോ. മറിയം പറഞ്ഞത്, ആ ദൗത്യമേൽപ്പിച്ചപ്പോൾ ഞാൻ ഈശോയുടെ അമ്മയൊക്കെ ആകാം, പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട് എന്ന് മറിയം പറഞ്ഞില്ലല്ലോ. മറിയം പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ. അപ്പം വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുവഴി ഈ തീർത്ഥാടനം വിജയകരമായി പൂർത്തിയാകട്ടെ. മരിയൻ അഭിഷേകത്തോടുകൂടെ തിരികെ പോകാൻ കൃപയുണ്ടാകട്ടെ. സൗഖ്യം കിട്ടട്ടെ. ആരോഗ്യമാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമായ നീ വരണേ. പാപിയാണു ഞാൻ ദേവാ, മാപ്പു നൽകണേ. രോഗിയാണു ഞാൻ നാഥാ, സൗഖ്യമായ നീ വരണേ. പാപിയാണു ഞാൻ ദേവാ, മാപ്പു നൽകണേ. മൃത്യുഭയമെൻ്റെ ഉള്ളിൽ ഏറി വരുന്നെൻ്റെ നാഥ, ഒരു വാക്കിനാൽ സുഖമാക്കുക, ആനന്ദമേ കീടുക. ഈശോ പോകും വഴിയരികിൽ ഈറൻമിഴികളുമായി ഞാൻ എത്ര നാളായി കാത്തിരിപ്പു, എന്നു തീരും എൻ്റെ മോഹം. പരിശുദ്ധമ്മേ, എനിക്ക് വേണ്ടി
ഈ കുർബാനയിലുടനീളം, എൻ്റെ ഓരോ ആത്മീയ പ്രവൃത്തിയിലുടനീളം, ഈ തീർത്ഥാടനത്തിലുടനീളം, എൻ്റെ വിശ്വാസ ജീവിതത്തിലുടനീളം അമ്മ എനിക്ക് വേണ്ടി കൂടെ നിന്ന് മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണമേ. ആമേൻ.